100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടിയിൽ നിന്ന് ഫോൺ താഴെ വീണാൽ എന്താ സംഭവിക്കുക എന്നറിയാം. എന്നാൽ കണ്ടോളൂ, ഇതാണ് സംഭവിക്കുക. ഇത് ഐഫോൺ 16 Pro Max ആണ്. ഫോണിൻ്റെ കോലം കണ്ടോ നിങ്ങൾ? ബാക്ക് ഗ്ലാസ് ഡാമേജ് ആയി, ഡിസ്പ്ലേ ഡാമേജ് ആയി, അതേപോലെ ബോഡി ഫ്രെയിമൊക്കെ പൊട്ടി തവിട് പൊടിയായിട്ട് കൊണ്ടുവന്നതാണ് എൻ്റെ കയ്യിലെ ഈ ഫോൺ. കസ്റ്റമർ കൊണ്ടുവന്നിട്ട് പറയാണ്, ആവേശം കുറച്ച് കൂടിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? എൻ്റെ ഡാറ്റാസ് എല്ലാം ഈ ഫോണിലാണ്. ഞാൻ ഫോൺ വാങ്ങി അയച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ഒക്കെ നമുക്ക് ശരിയാക്കാം, പക്ഷേ കുറച്ച് എക്സ്പെൻസ് ആവും, പക്ഷേ ഫോൺ നീറ്റാക്കി ക്ലിയർ ആക്കി നിങ്ങളുടെ കയ്യിൽ തരും എന്ന് പറഞ്ഞു. കസ്റ്റമർ ഓക്കെ പറഞ്ഞു, എഗ്രി പറഞ്ഞു. പക്ഷേ ഒരാവശ്യം കൂടി കസ്റ്റമർ പറഞ്ഞു, ഈ ഫോണിൻ്റെ കളർ ഒന്ന് മാറ്റി തരുമോ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, കസ്റ്റമറോട് ഇഷ്ടമല്ലേ, നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. അങ്ങനെ ഡെസേർട്ട് ടൈറ്റാനിയം എന്നുള്ള കളറായിരുന്നു കസ്റ്റമറുടെ ഫോൺ. അവർക്ക് വേണ്ടത് നാച്ചുറൽ ടൈറ്റാനിയം കളറായിരുന്നു. അതുകൊണ്ട് ആ കളറിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഒരു ഫോൺ ആ വേഗതയിൽ താഴെ വീണപ്പോൾ ഇത്രത്തോളം ഡാമേജ് പറ്റിയെങ്കിൽ ആ സ്ഥാനത്തൊരു മനുഷ്യനാണെങ്കിലോ? ഇനിയെങ്ങാനും അവന് ജീവൻ ബാക്കി കിട്ടിയാലും പഴയ രീതിയിൽ എണീച്ച് നടക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഈ ബൈക്കിലും കാറിലൊക്കെ അമിത വേഗതയിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ, കൗമാരക്കാരായ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. ഫോണിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ.